കൊച്ചിയിൽ ബർത്ത്ഡേ പാർട്ടി ലഹരി ഉപയോഗിച്ചത് പോലീസിനെ അറിയിച്ചെന്നാരോപിച്ച ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാല് തല്ലി ഒടിച്ചു, അല്ല കൈ തല്ലി ഒടിച്ചു എന്നാണ് പരാതി വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് ലോബികൾ എത്രമാത്രം അല്ലെങ്കിൽ ലഹരിക്കാർ എത്രമാത്രം ശക്തരാണ് എന്നുള്ളതിൽ ഏറ്റവും വലിയ സംഭവമാണിത്. കാരണം ഒരാൾ ഇൻഫോം ചെയ്താൽ അയാളുടെ കൈയും കാലും തല്ലി ഒടിക്കും. പോലീസ് കർക്കശമായി നീങ്ങണമെന്നേ, ഇവനെയൊന്നും വെറുതെ വിട്ടുകൂടാ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, എന്താണ് യഥാർത്ഥത്തിൽ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളാണോ പ്രശ്നക്കാരായത്? SKN ഇന്നലെ എടപ്പള്ളി നേതാജിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഒരു ബർത്ത്ഡേ ആഘോഷം നടന്നത്. കാക്കനാട് തുതിയൂർ സ്വദേശി ഷാനു, മൈസൂർ സ്വദേശികളായ തേജ, വിനയ്, നന്ദൻ എന്നിവർ ചേർന്നാണ് ഈ ബർത്ത്ഡേ പാർട്ടി നടത്തിയത്. ഇതിലേക്കാണ് ഈ കർണാടക സ്വദേശിയായ ഈ മർദ്ദനമേറ്റ ചന്ദ്രനെ ഇവർ വിളിച്ചു വരുത്തിയത്. ചന്ദ്രൻ പക്ഷേ ഈ ഫ്ളാറ്റിന് പുറത്തെത്തിയ ഘട്ടത്തിൽ ഇവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ടെന്നൊരു സംശയത്തിൽ പുറത്തു തന്നെ നിന്നു. പക്ഷേ ഈ അകത്തുണ്ടായിരുന്ന ആളുകൾ ചന്ദ്രൻ ഈ വിവരം പോലീസിനെ അറിയിച്ചു എന്ന സംശയത്തിലാണ് ചന്ദ്രനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ഇയാളുടെ പക്കൽ നിന്ന് 34,000 രൂപ കവർന്നെടുക്കുകയും ചെയ്തത്. ഈ മർദ്ദിച്ച ആളുകൾക്ക് ഗുണ്ടാ പശ്ചാത്തലമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ തൃക്കാക്കര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ ഒളിവിലാണ്. ഒരുപക്ഷെ ഇവർ മൈസൂരിലേക്ക് അടക്കം കടന്നതായാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ലഹരി ഉപയോഗം പോലീസിനെ അറിയിച്ചു എന്ന സംശയത്തിന്റെ പേരിലാണ് ഈ മർദ്ദനം ഉണ്ടായത്. ഇവരിവിടെ അല്ലറ ജോലികളൊക്കെ കഴിയുന്ന ആളുകളാണ്. ഇവർക്ക് ഇത്തരത്തിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന വിലയിരുത്തൽ പോലീസിനുണ്ട്. ലഹരി കച്ചവടം അടക്കമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ആ മുറിയിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ പ്രതികളെ പിടികൂടിയാൽ അത്തരം വകുപ്പുകളൊക്കെ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. SKN.